ഹലോ ഗൈസ്, ജീത്തെ ഇവരുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കിളീനെ പരിചയപ്പെടുത്താനോ ഒന്നുമല്ല ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള കേട്ടോ. അപ്പം എൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ ദിവ്യ വെളിച്ചം കാണാം. ദിവ്യ വെളിച്ചമല്ല, ബൾബ് കത്തുന്നതാണ്. ഇതെന്ത് ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ പുതിയൊരു ബേഡുകളെ നമ്മുടെ ഏരിയയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, അവർക്ക് ഇപ്പോൾ തണുത്ത കാലാവസ്ഥ മൊത്തത്തിൽ നല്ല മഴ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഗംഭീര മഴ പെയ്ത് പോയേക്കാണ്. അപ്പം ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന കിളികൾ, അതുപോലെ നമ്മുടെ കിളികളായാലും ഈ ടെമ്പറേച്ചർ മാറുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഫിഞ്ചസ് വെറൈറ്റികൾക്ക്. അപ്പോൾ അവർക്ക് ആ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി കൺട്രോൾഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൾബ് ഇട്ട് കൊടുക്കണത്. ഇതിപ്പോൾ ഒരു 40 വാട്ടിൻ്റെ ബൾബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ കിളികൾ ആ ചൂടിന് ആവശ്യമുള്ള കിളികൾ ആ ചൂടിൻ്റെ അടുത്തേക്ക് വന്നിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ചൂട് ആവശ്യമില്ലാത്ത കിളികൾ ആ ചൂടിൽ നിന്നും അകന്ന് മാറിയിരിക്കുകയും ചെയ്യും. അത് ഈ ബൾബ് ഇടുമ്പോൾ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുതിയൊരു കിളിയെ വാങ്ങുമ്പോൾ ക്വാറൻറ്റൈൻ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ക്വാറൻറ്റൈൻ എന്താണെന്നുള്ളത് ഇപ്പോൾ പലർക്കും വിശദീകരണ കാര്യമില്ല, കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ് എന്താണ് ക്വാറൻറ്റൈൻ എന്നുള്ളത്. മാറി നിൽക്കുക, കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക. അതായത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിളികളെ നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ മറ്റു കിളികളുള്ളപ്പോൾ ആ കിളികളെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കിളികളെ സെപ്പറേറ്റ് വേറെ കൂട്ടിൽ ഇട്ടിട്ട് വേണം കുറച്ച് ദിവസമെങ്കിലും കീപ്പ് ചെയ്യാൻ, ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും. അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വിഷ്വലി എനിക്കൊന്നും കാണാനോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ട്രാവലിംഗ് ചെയ്യിപ്പിക്കുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ വണ്ടിയിലെ മറ്റ് കിളികളിൽ നിന്ന് അസുഖങ്ങൾ വന്നുപെടാൻ സാധ്യതകളുണ്ട്. കാരണം പല സ്ഥലത്തുനിന്ന് പല ആൾക്കാർ എങ്ങനെയൊക്കെ വളർത്തുന്നു എന്നും അറിയാതെ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള കിളികളെല്ലാം ഒറ്റ വണ്ടിയിൽ, ഒരു ഗുഡ്സ് വണ്ടിയിൽ പോലത്തെ വണ്ടിയിലാണ് ട്രാവൽ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മൈറ്റ്സിൻ്റെ ഇഷ്യൂസോ മറ്റ് പക്ഷി പ്രശ്നങ്ങളിൽ ചെറിയ ചെറിയ രോഗങ്ങൾ കാര്യങ്ങളൊക്കെ വന്നുപെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാനായിട്ട്, അത് നമ്മുടെ ഏരിയയിൽ വരുമ്പോൾ നമ്മുടെ കിളികൾക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ ക്വാറൻറ്റൈൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം ആദ്യം ചെയ്യേണ്ടത്. സെപ്പറേറ്റ് വേറൊരു സ്ഥലത്ത് കൂട്ടിൽ മാറ്റിയിട്ട്, ഇവരായിട്ട് യാതൊരു തരത്തിലും ബന്ധം ഉണ്ടാവാൻ പാടില്ല, കുറച്ച് മാറ്റിയിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ അവർക്ക് ആ സമയങ്ങളിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഫുഡും സപ്ലിമെൻറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുക. അതെന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഈ ലൈറ്റ് ഇട്ടതേ ഇവർ പുതിയ കിളികളായതുകൊണ്ടല്ല കേട്ടോ, ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടതാണ്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ ലോക്കലിൽ നിന്ന് 2-3 സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ബേഡുകളായതുകൊണ്ടും അവരെ ക്വാറൻറ്റൈൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റെസ്റ്റിലാണ് ബേഡുകൾ. റെഡി ടു ബ്രീഡിങ് കണ്ടീഷൻ നിൽക്കുന്ന ബേഡുകളാണ് ഇവർ. അപ്പം മഴയുടെ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു ബൾബ് ഇട്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ തന്നെയാണ് ഞാൻ കറക്റ്റ് ഈ നേരത്തെ എൻ്റെ ബൾബ് ഇട്ടത്. സാധാരണ ഈ നേരത്തൊന്നും ബൾബ് ഇടാറില്ല. രാത്രി സമയങ്ങളിൽ നല്ല മഴ, നല്ല തണുത്ത അന്തരീക്ഷത്തിലാണെങ്കിൽ മാത്രമാണ് ഈ കിളികൾക്ക് ചിലപ്പോൾ ബൾബ് ഇട്ട് വെക്കാറുള്ളൂ. അത് എപ്പോഴും ഇല്ല, ആവശ്യ സമയത്ത് മാത്രം. അതായത് നമ്മളിവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കിളികൾക്ക് ബൾബിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കാരണം അവർ ഇവിടുത്തെ ക്ലൈമറ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ബ്രീഡിങ് ഇട്ട കിളികളൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് സെറ്റ് ആയതാണ്. ഒരു 2 ദിവസം നിന്ന് മഴ പിടിച്ചാലും ഒരു പ്രശ്നമില്ലാണ്ട് നിൽക്കും അവർ. പക്ഷേ ഈ കിളികൾ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത കിളികളായതുകൊണ്ട് തന്നെ അവർ കുറച്ച് ട്രാവലിംഗ് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് ആണ് ഇവർക്ക് ബൾബ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രമാണ് വേണ്ടി വരുള്ളൂ. കാരണം ഇവിടെ ആയിട്ട് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ ബൾബിൻ്റെ ആവശ്യം വരില്ല. അവർ പെട്ടെന്ന് തന്നെ റിക്കവറായി വരും. പിന്നെ ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഒരു ക്വാറൻറ്റൈനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ പോലെ തന്നെ ബൾബിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ വൃത്തിയുള്ള ഒരു കേജിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ കേജ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഓരോട്ടം കിളിയെ വാങ്ങുമ്പോൾ പുതിയ കേജ് വാങ്ങാൻ എളുപ്പമല്ല. പക്ഷേ ഉള്ള കേജ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫ്ലോറും നെറ്റും ട്രയും എല്ലാം ക്ലീൻ ചെയ്ത് സെപ്പറേറ്റ് മാറ്റി അണുവിമുക്തമാക്കിയിട്ട് വേണം അതിൽ കിളികളിടാൻ. അതിന് നമുക്ക് അണുവിമുക്തമാക്കാനായിട്ട് കുറേ മെഡിസിൻസ് ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഓൺലൈനിലും കിട്ടുന്നുണ്ട്, അതുപോലെ ഷോപ്പുകളിലും കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഐവർമെറ്റിൽ നിന്നുള്ള പേൻ്റെ മെഡിസിൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള മെഡിസിൻസാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ, അതായത് വിർക്കോൺ എന്ന് പറഞ്ഞ ഒരു മെഡിസിനൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. പിന്നെ വരുന്ന കിളികളായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ പേൻ്റെ മെഡിസിൻ ആദ്യം അപ്ലൈ ചെയ്തിട്ട് വേണം കൂട്ടിലേക്ക് ഇടാനായിട്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാങ്ങുന്ന സ്ഥലത്ത്, ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ എന്ത് ഭക്ഷണമാണ് ഇവിടെ കിളികൾക്ക് കൊടുക്കണമെന്നുള്ളത് ആദ്യം അറിയണം. അത് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ആ ഫുഡ് പരമാവധി ഫോളോ അപ്പ് ചെയ്യാൻ നോക്കണം. കുറച്ച് ദിവസങ്ങളിൽ ഈ പറഞ്ഞ ക്വാറൻറ്റൈൻ പീരീഡെങ്കിലും നമ്മുടെ ഫുഡ് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ അവസാന ഘട്ടങ്ങളിൽ, ആദ്യ ദിവസങ്ങളല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ സെറ്റിൽഡ് ആയതിനു ശേഷം നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം. അതും ഒറ്റയടിക്ക് മറിച്ച് കൊടുക്കല്ല ചെയ്യേണ്ടത്, കുറേശ്ശെ കൊടുക്കുക. അതായത് ഞാൻ കൊടുക്കുന്ന ഫുഡും ഒരു സൈഡ് വയ്ക്കുക, മറ്റേ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഫുഡും ഒരു സൈഡ് വയ്ക്കുക.
അത് ഞാൻ കൊടുക്കുന്ന ഫുഡ് കുറച്ച് ക്വാണ്ടിറ്റി, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഫുഡ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് വയ്ക്കുക. ഓട്ടോമാറ്റിക് ഇത് കഴിയുമ്പോൾ ഇപ്പുറത്തെ അവർ കഴിച്ചു തുടങ്ങും. അങ്ങനെയാണ് ശീലിപ്പിച്ച് വരണം. അതാണ് പിന്നത്തെ സ്റ്റെപ്പ്. പിന്നെ വെള്ളം കൊടുക്കുന്നത്, സാധാരണ ഇങ്ങനത്തെ ബൗളുകളിൽ വെള്ളം കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളില്ല, വന്നിരുന്ന് വെള്ളം കുടിക്കാം. ആ സമയം നമ്മൾ ഫീഡറുകൾ, ഇപ്പോൾ ഈ കാണുന്ന ടൈപ്പ് ഫീഡറുകൾ ആദ്യം വന്ന സമയങ്ങളിൽ കിളികളപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി, ഇന്ന് തന്നെ ഞാൻ ആ ഫീഡർ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫെയിലിയർ ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം അതിന് ശീലമില്ലാത്ത കിളികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം എടുക്കാതെ അറിയാതെ വെള്ളം കുടിക്കാതെ അവർ ഇരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കിളി പെട്ടെന്ന് ടയർഡായി പോകും. വെള്ളം അത്യാവശ്യമാണ്. അതും എന്താ പറയുക, വളരെ ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിൽ വേണം വെള്ളം കൊടുക്കാനായിട്ട്. അതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വെള്ളത്തിലൂടെ കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ്, വിറ്റാമിൻസ് എല്ലാം പരമാവധി അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. മറ്റ് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും വേസ്റ്റേജ് കൂടുതലായിരിക്കും. വെള്ളത്തിലാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 50 ml അല്ലെങ്കിൽ 25 ml ആ റേഞ്ചിൽ നമുക്ക് അളവെടുത്ത് കറക്റ്റായിട്ട് അതിലേക്ക് കൃത്യമായിട്ട് പൗഡർ ആണെങ്കിലും ഡ്രോപ്പിങ്സ് ആണെങ്കിലും കൊടുക്കാൻ പറ്റും. അതായത് വെള്ളം മെഡിസിൻസ് ഡ്രോപ്പായിട്ട് 5 ഡ്രോപ്പ് അല്ലെങ്കിൽ 10 ഡ്രോപ്പ് അങ്ങനെ ചെയ്യേണ്ട മെഡിസിൻസ് ആണെങ്കിൽ അത് കറക്റ്റ് എണ്ണത്തിൽ നമുക്ക് ആ വെള്ളത്തിൽ കൊടുക്കാനും പറ്റും. പെട്ടെന്ന് ഡൈല്യൂട്ട് ആവുകയും ചെയ്യും, വെള്ളം നന്നായി കുടിക്കുകയും ചെയ്യും അവർ. അങ്ങനെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് മെഡിസിൻ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് കിട്ടാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള വാട്ടർ സോളുബിൾ ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാൻ വേണം ശ്രമിക്കാനായിട്ട്. എന്ത് മെഡിസിൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ടാണ് ആദ്യം മെഡിസിൻ ചെയ്യേണ്ടത്. അതായത് പ്രീബയോട്ടിക് എന്നുള്ളൊരു സപ്ലിമെൻ്റ് നമുക്ക് കൊടുക്കാം. അതിന് പല കമ്പനികളിലെ പല പ്രൊഡക്റ്റുകളും നമ്മുടെ പെറ്റ് ഷോപ്പുകളിലും മെഡിസിൻ സ്റ്റോറുകളിലും പെറ്റ്സിൻ്റെ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ മൾട്ടി വിറ്റാമിൻസ്, അതുപോലെ കാൽ സപ്ലിമെൻറ്റ്, ഇതൊക്കെ ഫസ്റ്റ് ടൈം കൊടുത്ത് വന്നതിന് ശേഷം ബേഡ് ഫുൾ ആക്റ്റീവായി ഹെൽത്തി ആയിട്ടിരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ മാത്രം പ്രീബയോട്ടിക് ആദ്യം കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇവരുടെ വോംസിൻ്റെ മെഡിസിൻ കൊടുക്കണം. അതായത് വേറെ മരുന്ന് കൊടുത്ത് അവരുടെ ശരീരം കണ്ടീഷനാക്കി എടുക്കണം. അതൊരു 10 ദിവസം ഗ്യാപ്പിൽ രണ്ടാമത്തെ ദിവസം കൊടുത്തിട്ട് പിന്നെ പ്രോബയോട്ടിക്കും കൊടുത്ത് ബേഡിനെ ഉഷാറാക്കി എടുക്കണം. ആ ഒരു സമയം ഏകദേശം 1 മാസത്തോളം ഈ സമയം എടുക്കും ഈ ക്വാറൻറ്റൈനിൽ. ആ പീരീഡിലാണ് ബേഡ് ക്വാറൻറ്റൈനിങ് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ കറക്റ്റ് ബ്രീഡിങ് കണ്ടീഷനിലേക്ക് വരാനുള്ളത്. അഡൾട്ട് വേണമെങ്കിൽ ബ്രീഡിങ് കണ്ടീഷനിലേക്ക് വരുന്ന സമയമായി അവരെ നമുക്ക് നേരെ ബ്രീഡിങ്ങിന് ഇടാൻ പറ്റും. കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മോൾട്ടിങ് കഴിഞ്ഞിട്ട് പതുക്കെ മാത്രം വേണം അവരെ ബ്രീഡിങ്ങിലേക്ക് കൊണ്ടുപോകാനായിട്ട്. മോൾട്ടിങ് പീരീഡിൽ ഇങ്ങനെ ബേഡുകൾ തന്നെ ഒരിക്കലും ബ്രീഡിങ്ങിന് ഇടാനും പാടില്ല. അതുപോലെ തന്നെ വോംസിൻ്റെ മെഡിസിൻ കൊടുക്കാനും പാടില്ല. കാരണം ബേഡ് പെട്ടെന്ന് വീക്കാവും. എന്ന് വെച്ചാൽ അവർ ഒന്നാമത് വീക്കായിട്ടുള്ളൊരു സമയമാണ് മോൾട്ടി പീരീഡ്. ആ സമയത്ത് കൂടുതൽ കാൽ സപ്ലിമെൻ്റൊക്കെ കൊടുത്തിട്ട് പിക്കപ്പ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അതായത് ഇവരുടെ തൂവലിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് കാൽ സപ്ലിമെൻ്റൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ക്വാറൻറ്റൈൻ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫുഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സോഫ്റ്റ് ഫുഡും സീഡ് മിക്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ സോഫ്റ്റ് ഫുഡ് എങ്ങനെയാണെന്നുള്ളത് അവരെ പരിചയപ്പെടുത്തേണ്ട ഈ ഒരു പീരീഡിലാണ്. അതിനുശേഷം ബ്രീഡിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പോഴാണ് ബ്രീഡിങ്ങിലേക്ക് വരുന്ന ബേഡ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ക്വാറൻറ്റൈൻ പീരീഡിൽ. അതിൽ വേണം നമ്മൾ ഇതിനൊക്കെ പഠിപ്പിക്കാൻ. അതായത് ആ ബേഡിനെ നമ്മുടെ ബേഡുകളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ശീലങ്ങളെല്ലാം കറക്റ്റാക്കി എടുക്കാനായിട്ട് ഈ കാലയളവിലാണ് പഠിപ്പിക്കാൻ എളുപ്പം. അതായത് വാട്ടർ ഫീഡർ, സീഡ് ഫീഡർ, അതുപോലെ സോഫ്റ്റ് ഫുഡ്, ഈ നമ്മൾ കൊടുക്കുന്ന രീതികൾ ഇതെല്ലാം ആ ഒരു ടൈമിൽ ആ ബേഡിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മൾ നേരെ കൂട്ടത്തെ കൊണ്ടുവരുമ്പോൾ ഇതൊന്നും അറിയാത്ത കിളികൾ, അതിൽ കേജ് ഫൈറ്റ് ഉണ്ടാവാം, കിളികൾക്ക് ഡെത്ത് സംഭവിക്കാം, അതുപോലെ ഫുഡ് എടുക്കാനും വെള്ളം എടുക്കാനൊക്കെ അറിയാത്ത പ്രശ്നങ്ങളുണ്ടാവാം. ഇതൊക്കെ അവിടെ നിന്ന് പരിഹരിക്കുന്നത് ഈ ക്വാറൻറ്റൈൻ പീരീഡിലാണ്. കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ, ട്രെയിനിങ് ഒന്നും പറയാനില്ല, സിമ്പിളായിട്ട് നമ്മൾ നോക്കുന്ന രീതിയിൽ അത് നമ്മൾ ഡെയിലി ചെയ്ത് ഒരു ട്രെയിനിങ് ആ ബേഡിനെ സംബന്ധിച്ച് ട്രെയിനിങ് പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും എളുപ്പമായിരിക്കും നമ്മുടെ കേജും നമ്മുടെ ഏവരിയുമായിട്ട് സെറ്റായി പോകാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെറൈറ്റി ഫിഞ്ചസും മറ്റ് എക്സോട്ടിക് ബേഡുകളും ടൈം ഡയറക്റ്റ് ബേഡുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം കാണാൻ ശ്രമിക്കുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.